സംസ്ഥാന സർക്കാരിന്റെ വിശപ്പ് രഹിത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആരംഭിച്ച ജനകീയ ഹോട്ടലുകൾ പ്രതിസന്ധിയിൽ. സംസ്ഥാന സർക്കാർ നൽകിവന്ന സബ്സിഡി തുടങ്ങിയതോടെയാണ് വയനാട് ജില്ലയിലെ ജനകീയ ഹോട്ടലുകൾ അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തിയത്. സർക്കാർ അടിയന്തരമായി ഇടപെട്ട് സബ്സിഡി കുടിശ്ശിക നൽകണമെന്നാണ് ഹോട്ടൽ ഉടമകളുടെ ആവശ്യം. 30 രൂപയ്ക്ക് ഉച്ചഭക്ഷണം ലഭിക്കുന്നത് സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാണ്. എന്നാൽ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ബുദ്ധിമുട്ടിലാണ് സാധാരണക്കാരായ ഹോട്ടൽ ഉടമകൾ. വിശപ്പ് രഹിത പദ്ധതിയിലൂടെ ഓരോ ഹോട്ടലിലും സർക്കാർ നൽകേണ്ടത് ലക്ഷങ്ങളുടെ കുടിശ്ശികയാണ്. പദ്ധതിയെ ആശ്രയിച്ച് ജീവിക്കുന്ന കുടുംബശ്രീ പ്രവർത്തകരും വീട്ടമ്മമാരുമാണ് സർക്കാർ പണം അനുവദിക്കാത്തത് കാരണം പ്രതിസന്ധിയിലായത്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സബ്സിഡി ഇനത്തിലാണ് 1 ലക്ഷം രൂപ തരാനുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വാടകയും കറണ്ട് ബില്ലും മുനിസിപ്പാലിറ്റി തരണം. പിന്നെ സർക്കാർ പ്രഖ്യാപിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ പത്രത്തിലൊക്കെ വന്നത് 30,000 രൂപ നമുക്കൊരു മാസത്തേക്ക് സഹായധനമായിട്ട് തരും എന്നതിലുണ്ട്. പക്ഷേ ഇതുവരെ അതിനെപ്പറ്റിയൊന്നും നിലവിൽ വന്നിട്ടൊന്നുമില്ല. ചെലവ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് കടം വാങ്ങിയിട്ടൊക്കെ ചിലവാക്കും. അതോടൊപ്പം കെട്ടിട വാടകയും വൈദ്യുതി ചാർജിനുമായി നഗരസഭ കയറിയിറങ്ങേണ്ട ഗതികേടിലാണ് ഹോട്ടൽ ഉടമകൾ. പിന്നെ മുനിസിപ്പാലിറ്റിയിൽ നിന്നാണ് എനിക്ക് വാടക തീരെ കിട്ടാത്തത്. വാടക, കറണ്ട് ബില്ല് അങ്ങനത്തത്. അതാ ഞാൻ കണ്ടില്ലേ മുനിസിപ്പാലിറ്റിയിൽ പോയത്. സർക്കാർ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ ജനകീയ ഹോട്ടലുകളെ ആശ്രയിച്ച് ജീവിക്കുന്ന നൂറുകണക്കിന് കുടുംബശ്രീ പ്രവർത്തകരെയും ജനകീയ ഹോട്ടലുകളിൽ ഭക്ഷണം കഴിക്കാൻ എത്തുന്ന സാധാരണക്കാരെയും ബാധിക്കും. അതിനാൽ തന്നെ സർക്കാർ അടിയന്തരമായി ഇടപെട്ട് തങ്ങളുടെ പണം അനുവദിക്കണമെന്നാണ് ഹോട്ടൽ ഉടമകളുടെ ആവശ്യം. ജനം, വയനാട്.